കഴിഞ്ഞ വീഡിയോയിൽ ഇന്റർനാഷണൽ ഇൻവെസ്റ്റിംഗിൽ താല്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അതിശക്തം റെസ്പോൺസ് ആണ് നിങ്ങൾ എനിക്ക് തന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കോവിഡ് സമയത്തുണ്ടായ മാർക്കറ്റ് ക്രാഷിന് ശേഷം 2020 മുതൽ 2024 പകുതി വരെ നിഫ്റ്റി ഏകദേശം 250% റിട്ടേൺസ് ആണ് തന്നത്. ഈ ബുൾ റൺ കണ്ടിട്ടാണ് പലരും ഇൻവെസ്റ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതും. എന്നാൽ ജൂൺ 2024 നിഫ്റ്റി എവിടെയാണോ ഉണ്ടായിരുന്നത്, ഏകദേശം 20 മാസങ്ങൾക്ക് ശേഷം ഇപ്പോഴും അവിടെ തന്നെയാണുള്ളത്. അതായത് കഴിഞ്ഞ 20 മാസത്തിൽ നിഫ്റ്റി റിട്ടേൺസ് ഒന്നും തന്നെ തന്നിട്ടില്ല. എന്നാൽ നമുക്ക് ഇതേ കാലയളവിൽ ബാക്കി അസറ്റ്സും മാർക്കറ്റ്സും കൊടുത്ത റിട്ടേൺസ് ഒന്ന് നോക്കാം. ഗോൾഡ് 115%, സിൽവർ 177%, യുഎസിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ആയ S&P 500 27%, ജപ്പാന്റെ ഇൻഡെക്സ് ആയ നിക്കേ 42%, യുകെയുടെ FTSE 25%, ജർമ്മനിയിലെ ഡാക്സ് 28%. പറഞ്ഞാലും തീരുന്നില്ല. അതായത് ഇന്ത്യൻ മാർക്കറ്റ്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഇൻവെസ്റ്ററിന് അവസാന 1.5 വർഷത്തിൽ സീറോ റിട്ടേൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് റിട്ടേൺസ് ഉള്ളപ്പോ ഗോൾഡിലും സിൽവറിലും ഇന്റർനാഷണൽ മാർക്കറ്റ്സിലും ഇൻവെസ്റ്റ് ചെയ്ത് ഡൈവേഴ്സിഫൈ ചെയ്ത ഒരു ഇൻവെസ്റ്ററിന്റെ റിട്ടേൺസ് അതിശക്തമായിരിക്കും. ഇതുകൊണ്ടാണ് നമ്മുടെ ഇൻവെസ്റ്റിംഗ് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യണം എന്ന് എപ്പോഴും പറയുന്നത്. ഗോൾഡിലും സിൽവറിലും ഇൻവെസ്റ്റ് ചെയ്ത് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിനെ പറ്റി ഞാൻ ഓൾറെഡി വീഡിയോസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫോറിൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരുന്നതിനെ പറ്റി നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ അജണ്ട പെട്ടെന്നൊന്ന് ഞാൻ പറയാം. 1, എന്തിനാണ് ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ വേണ്ടത്? 2, ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ അത്യാവശ്യമാണോ? അതിന്റെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ്? 3, ഏതൊക്കെ ഇന്റർനാഷണൽ മാർക്കറ്റ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? 4, പോർട്ട്ഫോളിയോയുടെ എത്ര അലോക്കേഷൻ ആണ് ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ കൊടുക്കേണ്ടത്? 5, ഇന്ത്യയിൽ നിന്ന് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം? ഏത് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യണം? 6, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുന്ന സെഗ്മെന്റ് ആണ്. ഒരു എക്സാമ്പിൾ പോർട്ട്ഫോളിയോ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത്രയും പഠിച്ചിട്ട് കുറച്ച് FAQs ഡിസ്കസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് വീഡിയോ നിർത്താം. അപ്പൊ എപ്പോഴത്തെ പോലെയും വീഡിയോ മുഴുവനായി ശ്രദ്ധിച്ചും കാണുക. ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് ദ നെയിം ഈസ് ഷാരിഷ് ശംസുദ്ദീൻ. വെൽക്കം ടു അനദർ വീഡിയോ. അപ്പൊ പറഞ്ഞതുപോലെ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ പഠിക്കേണ്ടത് ഈ ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്തിനാണ് വേണ്ടത് എന്നാണ്. വൈ ഷുഡ് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ഡൈവേഴ്സിഫൈ ജോഗ്രഫിക്കലി? 4 മെയിൻ റീസൺസ് ആണ് ഇതിന് പിന്നിലുള്ളത്. ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ റീസൺ, പല കൺട്രീസിന്റെ മാർക്കറ്റ്സ് തമ്മിൽ കോറലേഷൻ കുറവാണ്. അതുകൊണ്ട് തന്നെ പല മാർക്കറ്റ്സിൽ ഒരേ സമയം ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ വോളറ്റിലിറ്റി, അതായത് കയറ്റി ഇറക്കങ്ങൾ, അതായത് റിസ്ക് നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. മനസ്സിലായില്ലെങ്കിൽ പെട്ടെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കോറിലേഷൻ കുറവ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന്റെ മൂവ്മെന്റിന്റെ സ്വഭാവങ്ങൾ തമ്മിൽ സാമ്യത കുറവാണ് എന്നാണ് അർത്ഥം. ഡേറ്റ നോക്കിയാൽ മനസ്സിലാകും എല്ലാ രാജ്യങ്ങളുടെയും സ്റ്റോക്ക് മാർക്കറ്റുകൾ ഒരേപോലെയല്ല എല്ലാ സമയവും മൂവ് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് ചിലപ്പോൾ ഒരു രാജ്യത്തിന്റെ മാർക്കറ്റ് വീഴുമ്പോൾ മറ്റൊരു രാജ്യത്തിന്റെ മാർക്കറ്റ് കയറിയേക്കാം ഫോർ വേരിയസ് റീസൺസ്. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നതിനെയാണ് നോൺ കോറലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്ത ആളുടെ പോർട്ട്ഫോളിയോയിൽ വോളറ്റിലിറ്റി കുറവായിരിക്കില്ലേ? ഫോർ എക്സാമ്പിൾ, ഇന്ത്യയുടെ നിഫ്റ്റി 50യുടെയും യുഎസിലെ മെയിൻ ഇൻഡെക്സ് ആയ S&P 500ന്റെയും കോറലേഷൻ 25 to 30% ആണ്. ഇത് വളരെ കുറവായ ഒരു നമ്പർ ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം ഒരു പോർട്ട്ഫോളിയോയിൽ ഇത് രണ്ടും ഉണ്ട് എങ്കിൽ ലോങ് ടേമിൽ രണ്ടും നല്ല റിട്ടേൺസ് തരുമെന്ന പ്രതീക്ഷ ഉണ്ടെങ്കിൽ എന്തായാലും പോർട്ട്ഫോളിയോയുടെ റിസ്ക് കുറയുമെന്നാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് പറയുന്നത് നോൺ കോറലേറ്റഡ് ആയ മൾട്ടിപ്പിൾ കൺട്രീസിന്റെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ റിട്ടേൺസ് ചിലപ്പോൾ കൂട്ടാനും ഇനി റിട്ടേൺസ് കൂടിയില്ല എങ്കിലും റിസ്ക് കുറയ്ക്കാൻ എന്തായാലും സാധിക്കും എന്നുള്ളതാണ്. ഈ ഇമേജ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇതിൽ ഞാൻ 3 പോർട്ട്ഫോളിയോകൾ കാണിക്കുന്നുണ്ട്. 1, നിഫ്റ്റി ഒള്ളി. 2, 90% നിഫ്റ്റി, 10% ഗോൾഡ്. 3, 60% നിഫ്റ്റി, 30% S&P 500, 10% ഗോൾഡ്. ഇങ്ങനെ 3 ഡിഫറെന്റ് അലോക്കേഷൻ ഉള്ള 3 പോർട്ട്ഫോളിയോകളാണ് നിങ്ങൾ കാണുന്നത്. 2012 മുതലുള്ള ഇവരുടെ പെർഫോമൻസ് ഒന്ന് നോക്കിക്കേ. ആഹാ, S&P 500 ഉള്ള പോർട്ട്ഫോളിയോയുടെ റിട്ടേൺസ് എത്ര കൂടുതലാണെന്ന് കാണില്ലേ? ഇന്റർനാഷണൽ ഇൻവെസ്റ്റിംഗ് കൊള്ളാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ശരിയല്ലേ? പക്ഷെ ഇപ്പൊ ചെറിയൊരു ചേഞ്ച് വരുത്താം. ഇപ്പൊ നിങ്ങൾ കാണുന്നത് 2005 മുതലുള്ള ഇതേ പോർട്ട്ഫോളിയോകളുടെ പെർഫോമൻസ് ആണ്. ഇതൊന്ന് നോക്കിക്കേ. S&P 500 ഉള്ള പോർട്ട്ഫോളിയോയുടെ റിട്ടേൺസ് ആണ് ഏറ്റവും കുറവ്. ഇപ്പൊ ഇന്റർനാഷണൽ ഇൻവെസ്റ്റിംഗ് കൊള്ളില്ല എന്ന് നിങ്ങൾക്ക് തോന്നും അല്ലേ? എന്നാൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു തെറ്റാണ്. ശരിക്കും ഇവിടെ 2 ഇമേജസിലും ശ്രദ്ധിക്കേണ്ടത് റിട്ടേൺസ് അല്ല. 2 ഇമേജിലും S&P 500 ഉള്ള പോർട്ട്ഫോളിയോയുടെ വോളറ്റിലിറ്റി കുറവാണ്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് തരുന്നത്. എപ്പോഴും റിട്ടേൺസ് കൂട്ടണം എന്നുള്ളതല്ല ലക്ഷ്യം, എന്നാൽ എപ്പോഴും റിസ്ക് കുറയ്ക്കണം എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ആദ്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീസൺ മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ഇനി നമുക്ക് രണ്ടാമത്തെ റീസൺ നോക്കാം.
അവോയ്ഡിങ് കോൺസെൻട്രേഷൻ റിസ്ക്. അതായത് ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതം മുഴുവനായും ഇന്ത്യയുടെ പെർഫോമൻസിൽ ഡിപ്പെൻഡന്റ് ആണ്. അതായത് നമ്മുടെ ജോലി, നമ്മുടെ ശമ്പളം, നമ്മുടെ കരിയർ, നമ്മൾ റിയൽ എസ്റ്റേറ്റ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പെർഫോമൻസ്, നമ്മുടെ സേവിങ്സ്, ഫ്യൂച്ചർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ നമ്മുടെ ഏറെക്കുറെ എല്ലാം തന്നെ നന്നാകണമെങ്കിൽ ഇന്ത്യ നന്നാകണം. അപ്പോൾ നമ്മുടെ ജീവിതവും മേജർ അസറ്റ്സും ഒക്കെ എല്ലാം തന്നെ ഇന്ത്യയുടെ പുറത്ത് ഡിപ്പെൻഡന്റ് ആകുമ്പോൾ ഇൻവെസ്റ്റ്മെന്റിന് വെക്കുന്ന കുറച്ച് പൈസയെങ്കിലും മറ്റ് രാജ്യങ്ങളുടെ പെർഫോമൻസിന്റെ പുറത്ത് ബെറ്റ് ചെയ്യുന്നത് ഒരു ബേസിക് ലോജിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. അപ്പൊ അത് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കിനി മൂന്നാമത്തെ റീസൺ നോക്കാം. ആക്സസ് ടു ദ വേൾഡ്സ് ബെസ്റ്റ് കമ്പനീസ് ആൻഡ് ഇൻഡസ്ട്രീസ്. അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഐഫോൺ, ഇൻസ്റ്റഗ്രാം, ഈ കാണുന്ന യൂട്യൂബ് അല്ലെങ്കിൽ ആമസോൺ, ഇതെല്ലാം അമേരിക്കൻ കമ്പനീസ് ആണ്. അതുപോലെ നമ്മളുടെ ഫോണിലും കാറിലുമുള്ള സെമി കണ്ടക്ടർ ചിപ്സ് മാനുഫാക്ചർ ചെയ്യുന്നത് തൈവാനിലെ TSMC എന്ന കമ്പനിയാണ്. AI റെവല്യൂഷൻ ലീഡ് ചെയ്യുന്നത് അമേരിക്കയിലെ NVIDIA ആണ്. അത് മാത്രമല്ല അഡ്വാൻസ് സെമി കണ്ടക്ടേഴ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കട്ടിംഗ് എഡ്ജ് ബയോടെക്നോളജി, ലക്ഷറി ഗുഡ്സ് പോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഇൻഡസ്ട്രീസ് തന്നെ പലതും ഇന്ത്യയിൽ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനീസിന്റെയും ഇൻഡസ്ട്രീസിന്റെയും ഗ്രോത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ജോഗ്രഫിക്കലി ഡൈവേഴ്സിഫൈ ചെയ്യുക തന്നെ വേണം, അല്ലാതെ വേറൊരു മാർഗവുമില്ല. അപ്പോൾ ഇനി അതുകൂടി മനസ്സിലായിട്ടുണ്ടെങ്കിൽ നാലാമത്തെയും അവസാനത്തെയും റീസൺ നമുക്ക് നോക്കാം. കറൻസി ഡൈവേഴ്സിഫിക്കേഷൻ. അതായത് ഇന്ത്യൻ റുപ്പിയുടെ ഹിസ്റ്ററി നോക്കിയാൽ അത് എപ്പോഴും US ഡോളറിന് അഗേൻസ്റ്റ് ഡിപ്രീഷിയേറ്റ് ആയിട്ടേ ഉള്ളൂ, അതായത് മൂല്യം കുറഞ്ഞിട്ടേ ഉള്ളൂ. ഇതിന്റെ കാരണങ്ങൾ പലതാണ്. അത് നമ്മൾ പല വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയുടെ സ്കോപ്പിൽ ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷം എടുത്താൽ തന്നെ റുപ്പി ഡോളറിന്റെ അഗേൻസ്റ്റ് ഏകദേശം 3 മുതൽ 5% വരെ ഓരോ വർഷവും വീക്ക് ആയിട്ടുണ്ട്. അതായത് 2014 ഒരു ഡോളർ 60 രൂപയായിരുന്നത് ഇപ്പോൾ 90 രൂപ പ്ലസ് ആണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് നമ്മൾ US ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺസിന്റെ പുറത്ത് ഈ കറൻസി ഡിപ്രീസിയേഷൻ കൂടിയിട്ടുള്ള ഒരു ബോണസ് റിട്ടേൺ കൂടി നമുക്ക് കിട്ടും. അതായത് ഞാൻ പറഞ്ഞു തരാം, ഒരു ടൈം പീരീഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരൊറ്റ ടൈം പീരീഡിൽ S&P 500 10% റിട്ടേൺസ് തരികയും അതേ ടൈം പീരീഡിൽ റുപ്പി 4% ഡിപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്താൽ നമ്മളുടെ ആക്ച്വൽ റുപ്പിയിലുള്ള റിട്ടേൺസ് 10+4 14% ആയിരിക്കും. ഇത് US മാത്രമല്ല, പൗണ്ട്, യൂറോ, ഫ്രാങ്ക് പോലെ ഇന്ത്യൻ കറൻസി വീക്ക് ആകുന്ന കറൻസി ഉള്ള ഏത് രാജ്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് ഇതുപോലെ തന്നെ കിട്ടും. പക്ഷെ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, വീക്കായ കറൻസി ഉള്ള രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇതിന്റെ ഓപ്പോസിറ്റ് എഫക്റ്റും സംഭവിക്കും. സോ സൂക്ഷിച്ച് വേണം നമ്മൾ ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ നടത്താൻ. അപ്പൊ എന്തൊക്കെ റീസൺസ് കാരണമാണ് ജോഗ്രഫിക്കലി ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടത് എന്തായാലും വിശദമായിട്ട് മനസ്സിലായല്ലോ. ഞാൻ അതിശക്തമായിട്ട് തന്നെ എനിക്ക് എടുത്തു പറയാനുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, റിട്ടേൺസ് കൂട്ടാൻ വേണ്ടിയല്ല നമ്മൾ ജോഗ്രഫിക്കലി ഡൈവേഴ്സിഫൈ ചെയ്യുന്നത്. പലപ്പോഴും ചിലപ്പോൾ റിട്ടേൺസ് കുറയുകയും ചെയ്തേക്കാം. ഇതെല്ലാവരും മനസ്സിലാക്കണം. ഡൈവേഴ്സിഫിക്കേഷൻ ബെനിഫിറ്റ്സ് കൊണ്ടുവന്ന് വോളറ്റിലിറ്റിയും റിസ്ക്കും കുറയ്ക്കാനാണ് നമ്മൾ എപ്പോഴും ഡൈവേഴ്സിഫൈ ചെയ്യേണ്ടത്. അപ്പൊ അത് വിശദമായി മനസ്സിലായ സ്ഥിതിക്ക് അടുത്തത് നമുക്ക് അതിന്റെ മോശം വശങ്ങളും ശരിക്കും ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ എല്ലാവർക്കും അത്യാവശ്യവും നിർബന്ധവുമാണോ എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. Is it necessary for everyone to diversify globally? What are the negatives? ഇങ്ങനെ ഒരു സെക്ഷൻ ഇവിടെ വെക്കാൻ കാരണം ഞാൻ ഇത്രയും റീസൺസ് പറഞ്ഞിട്ട് ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ അടിപൊളിയാണ്, അത് വേണമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചേക്കാം ഇത് എല്ലാ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന്റെ പോർട്ട്ഫോളിയോയിലും അത്യാവശ്യമായി വേണ്ട ഒരു സംഭവമാണെന്ന്. ഒരിക്കലുമല്ല. ശ്രദ്ധിച്ചു കേട്ടോ, ഒരിക്കലുമല്ല. ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഗുഡ് ടു ഹാവ് മാത്രമാണ്, അല്ലാതെ ഒരു മസ്റ്റ് ഹാവ് അല്ല. അതായത് ഒരാളുടെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് മാത്രം, അത്യാവശ്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ശരിക്കും നമ്മളൊക്കെ എന്തിനാണ് ഇൻവെസ്റ്റിംഗ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്നുകൂടി നമ്മളൊന്ന് ഓർക്കണം. പറയും, ശരിക്കും എന്തിനാണ് നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ ഇന്നുള്ള പൈസയെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ ഗ്രോ ചെയ്യിക്കാനും ഭാവിയിലേക്ക് നല്ല രീതിയിൽ വളർത്താനും നമ്മുടെ ജീവിതത്തിലെ ഗോൾസ് മീറ്റ് ചെയ്യിക്കാനുമാണ്. ശരിയല്ലേ? അത്രയും ചെയ്യാൻ ശരിക്കും നല്ല അടിപൊളി റിട്ടേൺസ് തരുന്ന ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റും ഗോൾഡ്, സിൽവർ പോലെയുള്ള പ്രഷ്യസ് മെറ്റൽസും ഇന്ത്യയിലെ റിയൽ എസ്റ്റേറ്റും ഡെറ്റ് ഇൻസ്ട്രുമെന്റ്സും തന്നെ ധാരാളമാണ്. അതെല്ലാം വെച്ച് തന്നെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ പൈസയെ ഗ്രോ ചെയ്യിക്കാനും ഇൻവെസ്റ്റ്മെന്റിന്റെ ഒബ്ജക്റ്റീവ് നമുക്ക് മീറ്റ് ചെയ്യിക്കാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും മസ്റ്റ് ഹാവ്സ്, ബേസിക്സ്. ഇതൊക്കെയാണ് എല്ലാവർക്കും വേണ്ടത് എന്ന് പറയുന്നത്. ഇതെല്ലാം ഉള്ള ഒരാൾക്ക് അയാളുടെ എൻറ്റയർ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോനെ കുറച്ചുകൂടി ഒപ്റ്റിമൈസ് ചെയ്യാൻ, കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആക്കാനുള്ള ഗുഡ് ടു ഹാവ് മാത്രമാണ് ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ.
ഇത് മനസ്സിലാക്കണം. എല്ലാവർക്കും നിർബന്ധമല്ല എന്നുള്ള വിഷയം തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അപ്പൊ ഈ ഒരു പോയിന്റ് വളരെ വ്യക്തമാക്കണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് പറഞ്ഞത്. കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ ഒരു മസ്റ്റ് ഹാവ് ആണ് എന്ന്. മോശമല്ലാത്ത ഒരു പോർട്ട്ഫോളിയോ ഓൾറെഡി ഉള്ളവർക്ക് ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടിയും ഒപ്റ്റിമൈസേഷന് വേണ്ടിയും ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ ചിന്തിക്കാം. ഇനി അതല്ല, ആക്റ്റീവ് ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും ഹൈ കൺവിക്ഷൻ ഉണ്ട് എങ്കിൽ ഇന്റർനാഷണൽ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ്മെന്റ്സോ ട്രേഡ്സോ എടുക്കാം. അങ്ങനെ വേണമെങ്കിൽ റിട്ടേൺ കൂട്ടാൻ ശ്രമിക്കാം. പക്ഷെ ഇതൊന്നും തന്നെ നിർബന്ധപരമായും എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളല്ല. അപ്പൊ അത് മനസ്സിലായ സ്ഥിതിക്ക് ഇന്റർനാഷണൽ ഇൻവെസ്റ്റിംഗിന്റെ നെഗറ്റീവ് കാര്യങ്ങൾ കൂടി ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം. ഒന്നാമത്തെ റീസൺ ടാക്സേഷൻ കോംപ്ലക്സിറ്റി. അതായത് നമ്മൾ മറ്റൊരു രാജ്യത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ആ രാജ്യത്തെ ടാക്സ് റൂൾസ് മാറുന്നത് നമ്മളെ അഫക്ട് ചെയ്യും. ഇന്റർനാഷണൽ ഇൻവെസ്റ്റിംഗ് ഒരു കോംപ്ലക്സ് ടോപ്പിക് ആയതുകൊണ്ട് ഇന്ത്യയിലും അതിന്റെ റൂൾസ് കോംപ്ലിക്കേറ്റഡ് ആണ്. ഫ്രീക്വന്റ്ലി പല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതും ശ്രദ്ധിക്കേണ്ടി വരും. ഇതിന്റെ എല്ലാം കൂടെ തന്നെ നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്തും സാധാരണയേക്കാൾ കൂടുതൽ കോംപ്ലിക്കേഷൻ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇവിടെ പണികൾ കുറച്ച് കൂടുതലാണ് എന്നുള്ളതല്ല പ്രശ്നം. ടാക്സ് റൂൾസ് മാറുന്നത് നമ്മുടെ റിട്ടേൺസ് എക്സ്പെക്ടേഷനെ പലപ്പോഴും ബാധിച്ചേക്കാം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ നെഗറ്റീവ് കാര്യം നോക്കാനാണെങ്കിൽ അത് ഡൊമിസൈൽ റിസ്ക് ആണ്. പറഞ്ഞു തരാം. അതായത് നമ്മൾ മറ്റ് രാജ്യങ്ങളിലാണല്ലോ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യയുമായി ആ രാജ്യങ്ങൾക്കുള്ള ബന്ധം മോശമാവുകയാണെങ്കിൽ അവർക്ക് ഡിസൈഡ് ചെയ്യാം ഇന്ത്യൻസ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പൈസ ഫ്രീസ് ചെയ്യാമെന്നും തിരിച്ചു തരില്ല എന്നും. സാധ്യത കുറവാണെങ്കിലും ഇങ്ങനെ ഒരു റിസ്ക് തീർച്ചയായിട്ടും ഉണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം നടന്നപ്പോൾ റഷ്യൻസ് ശരിക്കും ഇത് നേരിട്ടതുമാണ്. അതായത് ആ യുദ്ധം നടന്നപ്പോൾ റഷ്യൻസിന് മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് പല രാജ്യങ്ങളും ഫ്രീസ് ചെയ്തു. റഷ്യൻസിന് അവരുടെ പൈസ ആക്സസ് ചെയ്യാൻ പറ്റാതെയായി. അപ്പൊ പറഞ്ഞതുപോലെ സാധ്യത കുറവാണെങ്കിലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകൾ ഉണ്ടായാൽ, രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ, യുദ്ധമൊക്കെ സംഭവിച്ചാൽ ചിലപ്പോൾ ഈ റിസ്ക് സംഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെ വളരെ സ്റ്റേബിൾ ആയ ഇന്ത്യക്ക് നല്ല റിലേഷൻസ് ഉള്ള രാജ്യങ്ങൾ നോക്കിയാണ് നമ്മൾ ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തേണ്ടത്. ഇനി ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു റിസ്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കറൻസിയുടെ കാര്യം തന്നെയാണ്. അതായത് ചില രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ റുപ്പി സ്ട്രോങ്ങും ആയേക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ ബെനിഫിറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുക. ഇനി അതല്ല, ഡോളർ, യൂറോ, പൗണ്ട് ഒക്കെ ആയി നോക്കുകയാണെങ്കിലും ചില സമയങ്ങളിൽ ഇന്ത്യൻ റുപ്പി സ്ട്രോങ്ങും ആയേക്കാം. അപ്പോൾ ഈ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ രാജ്യങ്ങൾ ബുദ്ധിപരമായി സെലക്ട് ചെയ്ത് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്സ് എപ്പോഴും ലോങ് ടേമിലേക്ക് തന്നെ ആയിരിക്കുകയും വേണം. അപ്പോൾ എന്തായാലും ഇന്റർനാഷണൽ ഇൻവെസ്റ്റിംഗിന്റെ നെഗറ്റീവ് കാര്യങ്ങളും അതിനേക്കാൾ ഇമ്പോർട്ടന്റ്ലി ഇതെല്ലാവരും നിർബന്ധമായി ചെയ്യേണ്ട ഒരു സംഭവം അല്ല എന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് വീഡിയോയുടെ മെയിൻ സെഗ്മെന്റിലേക്ക് പോകാം. ഏതൊക്കെ ഇന്റർനാഷണൽ മാർക്കറ്റ്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. വിച്ച് ഓൾ ഇന്റർനാഷണൽ മാർക്കറ്റ്സ് ഷുഡ് ബി ഇൻവെസ്റ്റ് ഇൻ. അപ്പൊ ഏതൊക്കെ ഫോറിൻ കൺട്രികളുടെ മാർക്കറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും ആദ്യം ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഇൻവെസ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റുകൾ തന്നെ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി MSCI മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇന്റർനാഷണൽ ഡെവലപ്പ് ചെയ്ത മാർക്കറ്റ് ക്ലാസിഫിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം. MSCI എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ലോക രാജ്യങ്ങളിലെ ഇക്വിറ്റി മാർക്കറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവയുടെ എക്കണോമിക് ഡെവലപ്മെന്റ്, മാർക്കറ്റ് സൈസ്, ലിക്വിഡിറ്റി, പിന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ ആക്സസ് ചെയ്യാനുള്ള ഈസ്, ഈ ക്രൈറ്റീരിയകളൊക്കെ വെച്ച് നോക്കിയിട്ട് രാജ്യങ്ങളെ 4 കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഡെവലപ്ഡ് മാർക്കറ്റ്സ്, എമർജിംഗ് മാർക്കറ്റ്സ്, ഫ്രോണ്ടിയർ മാർക്കറ്റ്സ്, സ്റ്റാൻഡ് അലോൺ മാർക്കറ്റ്സ്. ആദ്യത്തെ കാറ്റഗറിയായ ഡെവലപ്പ് മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ പേര് പറയുന്നത് പോലെ തന്നെ ഈ കാറ്റഗറിയിൽ വരുന്നത് ലോകത്തെ ഏറ്റവും മെച്യൂർ ആയിട്ടുള്ള എക്കണോമീസ് ആണ്. ഹൈ പെർ ക്യാപിറ്റ ഇൻകം, വളരെ ഡീപ്പ് ആൻഡ് ലിക്വിഡ് ആയ ക്യാപിറ്റൽ മാർക്കറ്റ്സ്, സ്ട്രോങ് റൂൾ ഓഫ് ലോ, പിന്നെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ മിനിമൽ ബാരിയേഴ്സ് ഉള്ള US, UK, ജപ്പാൻ, ജർമ്മനി, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രേലിയ ഉൾപ്പെടെ 23 രാജ്യങ്ങളാണ് ഈ കാറ്റഗറിയിൽ പെടുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ടോട്ടൽ വേൾഡ് ഇക്വിറ്റി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ 85% ഈ 23 രാജ്യങ്ങൾ കമ്പൈൻ ചെയ്താൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി രണ്ടാമത്തെ കാറ്റഗറിയായ എമർജിംഗ് മാർക്കറ്റ്സ് നോക്കാം. ഇന്ത്യ ഈ ലിസ്റ്റിലാണ് വരുന്നത്. അത് ശക്തമായി ഗ്രോയിങ് ആയ രാജ്യങ്ങളാണ് ഈ കാറ്റഗറിയിൽ പെടുന്നത്. പക്ഷേ ഡെവലപ്ഡ് മാർക്കറ്റ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ പെർ ക്യാപിറ്റ ഇൻകവും മാർക്കറ്റ് ലിക്വിഡിറ്റിയും കുറവായിരിക്കും. റെഗുലേഷൻസ് കമ്പാരിറ്റീവ്ലി കൂടുതലുമായിരിക്കും. ചൈന, ബ്രസീൽ, തൈവാൻ, സൗത്ത് കൊറിയ, സൗത്ത് ആഫ്രിക്ക, സൗദി അറേബ്യ ഉൾപ്പെടെ 24 രാജ്യങ്ങളാണ് ഈ കാറ്റഗറിയിൽ പെടുന്നത്. ഗ്ലോബൽ മാർക്കറ്റ് ക്യാപ്പിന്റെ ഏകദേശം 13% ഈ എമർജിംഗ് മാർക്കറ്റ്സിൽ പെടുക. അടുത്തത് അപ്പോൾ ഫ്രോണ്ടിയർ മാർക്കറ്റ്സ് നോക്കാം. സിമ്പിൾ ആയി പറയാനാണെങ്കിൽ ഇപ്പൊ എമർജിംഗ് അല്ല, എന്നാൽ ഫ്യൂച്ചറിൽ എമർജിംഗ് ആകാൻ സാധ്യതയുള്ള കൺട്രീസ് ആണ് ഫ്രോണ്ടിയർ മാർക്കറ്റ്സിൽ പെടുന്നത്. നാച്ചുറലി ലിക്വിഡിറ്റി വളരെ കുറവായിരിക്കും, കറൻസി വീക്ക് ആയിരിക്കും, ഡൊമിസൈൽ റിസ്ക് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഡൊമിസൈൽ റിസ്ക് കൂടുതലുമായിരിക്കും. ബംഗ്ലാദേശ്, ശ്രീലങ്ക, വിയറ്റ്നാം, കെന്യ, പാകിസ്ഥാൻ അടക്കം 28 രാജ്യങ്ങളാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത്. ഈ മാർക്കറ്റ്സിന്റെ കമ്പൈൻഡ് ഗ്ലോബൽ മാർക്കറ്റ് വെറും 2% മാത്രമുള്ളൂ. അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ ഇനി നമുക്ക് അവസാനത്തെ കാറ്റഗറിയായ സ്റ്റാൻഡ് അലോൺ മാർക്കറ്റ്സ് നോക്കാം. ഏറ്റവും കുറവ് ലിക്വിഡിറ്റിയും
കൂടുതൽ പ്രശ്നങ്ങളുമുള്ള രാജ്യങ്ങളാണ് ഇവിടെയുള്ളത്. സിംബാബ്വെ, ജമൈക്ക, ലെബനൻ പോലെ 10ഓളം കൺട്രീസ് ആണ് ഇതിൽ പെടുന്നത്. ഓൾസോ ഒറിജിനലി മറ്റ് കാറ്റഗറീസിൽ ഉണ്ടായിരുന്നതും പക്ഷേ സിവിയർ പ്രോബ്ലംസ് റീസെന്റ് വന്നത് കാരണം ഡൗൺഗ്രേഡ് ആയ റഷ്യ പോലത്തെ കൺട്രീസും ഈ സ്റ്റാൻഡ് അലോൺ മാർക്കറ്റ്സിലാണ് പെടുന്നത്. ഇന്ത്യൻ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന നിലയിൽ ഈ ഒരു കാറ്റഗറി നമ്മൾ ഒരിക്കലും നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതെല്ലാം കൂടി നോക്കി വരുമ്പോൾ മനസ്സിലാക്കുന്നത് ഇൻവെസ്റ്റിംഗ് പോസിബിൾ ആയിട്ടുള്ള 85ഓളം മാർക്കറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഒബ്വിയസ്ലി ഇതിലെല്ലാം തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുത്തത് നമ്മൾ പഠിക്കേണ്ടത് ഈ 85 രാജ്യങ്ങളിൽ ഏതൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റിംഗിനായി സീരിയസ്ലി കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ശരിയല്ലേ? അപ്പൊ നമുക്ക് അത് നോക്കാം. ഇവിടെ ഏറ്റവും ആദ്യം തന്നെ സ്റ്റാൻഡ് അലോൺ മാർക്കറ്റ്സും ഫ്രോണ്ടിയർ മാർക്കറ്റ്സും നമുക്ക് അങ്ങ് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ 38ഓളം രാജ്യങ്ങൾ കുറഞ്ഞു. കാരണം സിമ്പിൾ ആണല്ലോ, കറൻസി റിസ്ക്കും പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയും ലിക്വിഡിറ്റി ഇല്ലായ്മയും ഒക്കെ നോക്കുമ്പോൾ അങ്ങനെ ഒരു റിസ്ക് നമ്മൾ എടുക്കേണ്ട യാതൊരു വിധ ആവശ്യവുമില്ല. അപ്പൊ ആ 2 മാർക്കറ്റ്സും ആ ഒരു 30ഓളം കൺട്രീസും നമുക്ക് മാറ്റി വെക്കാം. അപ്പൊ പിന്നെ ബാക്കിയുള്ളത് ഡെവലപ്ഡ് മാർക്കറ്റ്സിലെയും എമർജിംഗ് മാർക്കറ്റ്സിലെയും 47 രാജ്യങ്ങളാണ്. 47 രാജ്യങ്ങളും വളരെ കൂടുതലാണ്. ഇതിനെയും ഇനി നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നല്ല കൺട്രീസിനെ സെലക്ട് ചെയ്യാൻ 5 ഫിൽറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ആക്സസ് ടു ഇന്നോവേറ്റീവ് കമ്പനീസ് ആൻഡ് സെക്ടേഴ്സ്, ആക്സസ് ടു സെക്ടേഴ്സ് നോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ, സേഫ് ഡൊമിസൈൽ അതായത് ജോഗ്രഫിക്കൽ സ്റ്റെബിലിറ്റി, കറൻസി സ്ട്രോങ്ങർ ദാൻ ഇന്ത്യൻ റുപ്പി, ആക്സസ് ഫോർ ഇന്ത്യൻ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. അപ്പൊ ഈ 5 ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്തിട്ട് ഈ 47 കൺട്രീസിൽ നിന്ന് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ കൺട്രീസിനെ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്തു വരുമ്പോൾ ഈ 47 രാജ്യങ്ങൾ എന്നുള്ളത് കുറഞ്ഞ് നമുക്ക് ഇൻവെസ്റ്റബിൾ ആയിട്ടുള്ള 13 കൺട്രീസ് നമുക്ക് കിട്ടും. USA, യൂറോപ്പില് UK, സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, ജർമ്മനി, നെതർലൻഡ്സ്, ഡെൻമാർക്ക്, സ്വീഡൻ, പിന്നെ ജപ്പാൻ, ഓസ്ട്രേലിയ, തൈവാൻ, സൗത്ത് കൊറിയ, ചൈന. ഇതാണ് നമുക്ക് ഇൻവെസ്റ്റബിൾ ആയിട്ടുള്ള 13 കൺട്രീസ്. അപ്പൊ അത് മനസ്സിലായ സ്ഥിതിക്ക് ഈ 13 കൺട്രീസിന്റെ സ്ട്രെങ്സ് എന്താണെന്ന് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം. അപ്പൊ ഈ ലിസ്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ജോഗ്രഫി US തന്നെയാണ്. കാരണം ഗ്ലോബൽ മാർക്കറ്റ് ക്യാപ്പിന്റെ 60%, ആപ്പിൾ, എൻവിഡിയ, ഗൂഗിൾ പോലെയുള്ള ലോകത്തിലെ ഏറ്റവും ടോപ്പ് കമ്പനീസ്, പിന്നെ ഡോളറിന്റെ ആനുവൽ 3 to 5% അപ്രീസിയേഷൻ അഗെയിൻസ്റ്റ് റുപ്പി, ഇതൊക്കെ യുഎസിനെ ടോപ്പ് ഇൻവെസ്റ്റിംഗ് ഡെസ്റ്റിനേഷൻ ആക്കുന്നു. ഇനി യൂറോപ്പിലെ UK, സ്വിറ്റ്സർലൻഡ്, ഫ്രാൻസ്, ജർമ്മനി, നെതർലൻഡ്സ്, ഡെൻമാർക്ക്, സ്വീഡൻ നോക്കുകയാണ് എങ്കിൽ LVMH അതായത് നമ്മുടെ ലൂയി വിട്ടോൺ പോലെ ലക്ഷറി കമ്പനീസ്, നോവോ നോർഡിസ്ക് പോലെ ഫാർമ ലീഡേഴ്സ്, ASML പോലെ സെമി കണ്ടക്ടർ എക്വിപ്മെന്റ് മാനുഫാക്ചറേഴ്സ്, സീമെൻസ്, സാപ്പ് പോലെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് കമ്പനീസ്, ഇങ്ങനെ ഇന്ത്യയിൽ ഇല്ലാത്ത ഗ്ലോബൽ ഡോമിനന്റ് സെക്ടേഴ്സ് എല്ലാം തന്നെ നമുക്ക് യൂറോപ്പിലെ ഈ കൺട്രീസിൽ കിട്ടും. ഇനി ജപ്പാൻ നോക്കാനാണെങ്കിൽ ലോകത്തിലെ തന്നെ 3ാമത്തെ വലിയ മാർക്കറ്റ് ആണ്. റോബോട്ടിക്സിലും ഓട്ടോമേഷനിലും പ്രിസിഷൻ മാനുഫാക്ചറിംഗിലും ജപ്പാന് ഇന്നും കോമ്പറ്റീഷൻ ഇല്ല. അതിന്റെ കൂടെ തന്നെ യെൻ, ജപ്പാന്റെ കറൻസിയായ യെൻ ക്രൈസിസ് സമയത്ത് സ്ട്രെങ്തൻ ആകുന്ന ഒരു സേഫ് ഹാവൻ കറൻസിയാണ്. അപ്പൊ ഇനി ഓസ്ട്രേലിയയെ പറ്റി പറയാനാണെങ്കിൽ അവർ ഇന്ത്യയുടെ ഓപ്പോസിറ്റ് ആണ്. അതായത് നമ്മൾ കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഓസ്ട്രേലിയ കമ്മോഡിറ്റി എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റ്സുമായി നല്ല നെഗറ്റീവ് കോറിലേഷൻ ആണ് ഓസ്ട്രേലിയൻ മാർക്കറ്റ്സിനുള്ളത്. അതിന്റെ കൂടെ സ്ട്രോങ് ഡൊമിസൈൽ, സ്ട്രോങ് കറൻസി എന്നിവയും ഓസ്ട്രേലിയയെ ഒരു സ്ട്രോങ് ഡെസ്റ്റിനേഷൻ ആക്കുന്നു. ഇനി തൈവാൻ എന്തുകൊണ്ട് ലിസ്റ്റിലുണ്ട് എന്ന് പറയാൻ ഒരു ഒറ്റ കമ്പനിയുടെ പേരെടുത്താൽ മതി, TSMC. അതായത് ലോകത്തിലെ മുഴുവൻ അഡ്വാൻസ്ഡ് സെമി കണ്ടക്ടർ ചിപ്സിന്റെയും 90% ഉണ്ടാക്കുന്നതും തൈവാനിലെ TSMC ആണ്. സൗത്ത് കൊറിയയെ പറ്റിയും ചൈനയെ പറ്റിയും പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരവരുടെ മേഖലകളിൽ ലീഡേഴ്സ് ആയ സാംസങ്, SK ഹൈനിക്സ്, LG, ഹ്യുണ്ടൈ ഇവയൊക്കെ ഉള്ളത് സൗത്ത് കൊറിയയിലാണ്. ചൈന ലോകത്തിലെ 2ാമത്തെ വലിയ എക്കോണമിയാണ്. ടെൻസെന്റ്, ആലിബാബ, BYD പോലത്തെ കമ്പനീസ് ശരിക്കും ഗ്ലോബൽ ജയൻസിൽ ഇന്ന് കോമ്പറ്റീഷൻ കൊടുക്കുകയാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ 85ഓളം രാജ്യങ്ങൾ ഉണ്ട് എങ്കിലും ഈ പറഞ്ഞ 10-13 രാജ്യങ്ങളാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായി, ജോഗ്രഫിക്കലി ഡൈവേഴ്സിഫൈ ചെയ്യാനായി സീരിയസ്ലി കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പോ സ്ക്രീനിൽ കാണിക്കുന്നത് ഈ ഓരോ രാജ്യത്തെയും സ്റ്റോക്ക് മാർക്കറ്റിന്റെ മെയിൻ ഇൻഡെക്സിന്റെ കഴിഞ്ഞ 20 മുതൽ 30 വർഷത്തിന്റെ റിട്ടേൺസ് ആണ്. കണ്ടില്ലേ, റിട്ടേൺസ് ഇന്ത്യയേക്കാൾ വളരെ കൂടുതലൊന്നുമല്ല. ആദ്യം പറഞ്ഞതുപോലെ ഡൈവേഴ്സിഫിക്കേഷൻ ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്, അല്ലാതെ ഹയർ റിട്ടേൺസ് അല്ല. അത് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഇനി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട് ഈ 10-13 രാജ്യങ്ങളിലേക്ക് ഒരേപോലെയാണോ പൈസ ഇടേണ്ടത് എന്നായിരിക്കും. അതായത് പൈസ എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളതായിരിക്കും അടുത്ത ഡൗട്ട്. അപ്പൊ നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഹൗ മച്ച് ടു അലോക്കേറ്റ് ഫോർ ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ, ഹൗ മച്ച് ടു അലോക്കേറ്റ് ടു ഈച്ച് ജോഗ്രഫി. ആദ്യം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഈ ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ ഒരു പുതിയ ബക്കറ്റ് അല്ല. ഇത് നമ്മുടെ എക്സിസ്റ്റിംഗ് എക്വിറ്റി അലോക്കേഷന്റെ ഒരു ഭാഗമായിരിക്കണം. അതായത് നമ്മളുടെ പോർട്ട്ഫോളിയോയിൽ നമ്മുടെ റിസ്ക് പ്രൊഫൈലും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ടെന്യൂറും ലൈഫ് ഗോൾസും ഒക്കെ അനുസരിച്ച് എക്വിറ്റിയും ഗോൾഡും ഡെറ്റും ഒക്കെ ഉണ്ടാകാമല്ലോ.
അതിൽ എക്വിറ്റിയുടെ പോർഷനിൽ നിന്നാണ് ഇന്റർനാഷണൽ എക്സ്പോഷർ വരേണ്ടത്. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലായ സ്ഥിതിക്ക് നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ പോർട്ട്ഫോളിയോയുടെ എത്ര ശതമാനമാണ് ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യേണ്ടത്? അതിനകത്ത് തന്നെ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് എത്ര വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം? അപ്പൊ അവിടെ എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ടോട്ടൽ എക്വിറ്റി അലോക്കേഷന്റെ 20 മുതൽ 30% ഇന്റർനാഷണൽ മാർക്കറ്റ്സിലേക്ക് ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതായത് 1 ലക്ഷം രൂപയാണ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉള്ളത് എങ്കിൽ 20,000 മുതൽ 30,000 രൂപ വരെ ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ പ്ലാൻ ചെയ്യാം. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, നേരത്തെ പറഞ്ഞതുപോലെ ഇത് എല്ലാവരും നിർബന്ധപരമായി ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങളുടെ പോർട്ട്ഫോളിയോ നല്ലൊരു അവസ്ഥയിലേക്ക് എത്തി അവിടെ നിന്നും ഒപ്റ്റിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുള്ളവർക്ക് അവരുടെ ടോട്ടൽ പോർട്ട്ഫോളിയോന്റെ എക്വിറ്റി കമ്പോണന്റിന്റെ 20% അലോക്കേഷനിൽ ചെയ്ത് തുടങ്ങാം. ചെയ്ത് കംഫർട്ടബിൾ ആയി വരുമ്പോൾ പയ്യെ അലോക്കേഷൻ കൂട്ടി 30-35% വരെയൊക്കെ കൊണ്ടുപോകാം. 20% താഴെ മാത്രം ഡൈവേഴ്സിഫൈ ചെയ്യുന്നത് ഡൈവേഴ്സിഫിക്കേഷന്റെ ഇമ്പാക്ട് പോർട്ട്ഫോളിയോക്ക് തരില്ല. അതുകൊണ്ട് 20ന്റെ താഴെ ചെയ്യുന്നതിൽ പോയിന്റ് ഇല്ല. ഇനി 30-40% മേലെയുള്ള എക്സ്പോഷർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ അണ്ടർ ഇൻവെസ്റ്റഡ് ആയി പോകും. ഇന്ത്യൻ മാർക്കറ്റ് തരുന്ന ബെനിഫിറ്റ്, മനോഹരമായ റിട്ടേൺസ് നമുക്ക് കിട്ടാതെയാകും. അതുകൊണ്ട് തന്നെ ഒരു 20-35% എന്നുള്ള റേഞ്ചിൽ പിടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ അതുകൂടി മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമ്മൾ നോക്കേണ്ടത് ഈ 20 മുതൽ 30% വരെയുള്ള ഇന്റർനാഷണൽ അലോക്കേഷൻ ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് എങ്ങനെ ഇടണം എന്നുള്ളതാണ്. വളരെയധികം സിമ്പിൾ ആയ ഒരു ഫ്രെയിംവർക്ക് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തരാം. മെജോറിറ്റി US-ലേക്കും ബാക്കിയുള്ള മൈനോറിറ്റി റെസ്റ്റ് ഓഫ് ദി വേൾഡിലേക്കും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പൊ ഈ മെജോറിറ്റി എന്ന് പറയുന്നത് എത്ര ശതമാനമാണെന്നും മൈനോറിറ്റി എത്ര ശതമാനമാണെന്നും നിങ്ങൾക്ക് യുക്തിപൂർവ്വം ഡിസൈഡ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഇന്റർനാഷണൽ എക്സ്പോഷറിന്റെ 60% US-ലും ബാക്കി 40% റെസ്റ്റ് ഓഫ് ദി വേൾഡിലും. ഈ ബാക്കിയുള്ള 40%-ലും പ്രയോറിറ്റി കൊടുക്കാനാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഡെവലപ്ഡ് മാർക്കറ്റ്സിനും സെക്കൻഡ് പ്രയോറിറ്റി മാത്രം എമർജിംഗ് മാർക്കറ്റ്സിനും കൊടുക്കണം. ഇവിടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എടുത്തു പറയേണ്ടത്, US-ലാണ് റിട്ടേൺസ് കമ്പാരിറ്റീവ്ലി കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ട് ഇന്റർനാഷണൽ ഡൈവേഴ്സിഫിക്കേഷന്റെ 100%-ഉം US-ൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നവരുമുണ്ട്. മറ്റ് ഡെവലപ്ഡ് മാർക്കറ്റ്സിലും എമർജിംഗ് മാർക്കറ്റ്സിലും ഒട്ടും തന്നെ ഇൻവെസ്റ്റ് ചെയ്യില്ല. അതും ഒരു റിയൽ അപ്രോച്ച് തന്നെയാണ്. ഇവിടുത്തെ ലോജിക്ക് വളരെ സിമ്പിൾ ആണ്. ഗ്ലോബൽ മാർക്കറ്റ് ക്യാപ്പിന്റെ 60% ഉള്ളത് US-ലാണ്. ലോകത്തിലെ ഏറ്റവും ഇന്നോവേറ്റീവായ ഏറ്റവും വലിയ കമ്പനീസ് ഉള്ളതും US-ലാണ്. ഡോളർ ആണ് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കറൻസി. ലോകത്തിലെ ഏറ്റവും പവർഫുൾ രാജ്യം എന്ന് പറയപ്പെടുന്നതും US തന്നെയാണ്. അവിടേക്കുള്ള ഇൻവെസ്റ്റിംഗ് ആക്സസും വളരെയധികം ഈസിയാണ്. അപ്പൊ ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഇന്റർനാഷണൽ അലോക്കേഷന്റെ മെജോറിറ്റി US-ലാണ് വേണ്ടത് എന്നുള്ളത്. പിന്നീട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ മറ്റ് സെലക്ടഡ് ആയ രാജ്യങ്ങൾക്കും അവരുടേതായ മെറിറ്റുകൾ എന്തായാലും ഉണ്ട്. വലിയ കമ്പനികളുണ്ട്, നല്ല ഇൻഡസ്ട്രികളുണ്ട്. അപ്പോൾ അതിന്റെ എല്ലാം ബെനിഫിറ്റ്സ് കിട്ടാനാണ് ബാക്കി പോർഷൻ വേണമെന്നുണ്ട് എങ്കിൽ ആ രാജ്യങ്ങളിലേക്ക് കൂടി ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത്. അവിടെയും കറൻസിയുടെ സ്ട്രെങ്ത്തും ഡൊമിസൈൽ സേഫ്റ്റിയും ഒക്കെ ഓർത്തിട്ടാണ് ഡെവലപ്ഡ് മാർക്കറ്റ്സിനെ എമർജിംഗ് മാർക്കറ്റ്സിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ പറഞ്ഞതെല്ലാം തന്നെ ഒരു അഡ്വൈസ് ആയിട്ടോ ഫിക്സ്ഡ് റൂൾസ് ആയിട്ടോ ഞാൻ പറഞ്ഞതല്ല. ഇത് എഡ്യൂക്കേഷണൽ ഗൈഡ് ലൈൻസ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. നിങ്ങൾ കൂടുതൽ പഠിക്കുക, റിസർച്ച് ചെയ്യുക, മനസ്സിലാക്കുക. നിങ്ങളുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് ഈ പെർസെന്റേജസിൽ ചെറിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകാവുന്നതാണ്. അപ്പൊ എന്തായാലും ഇത്രയും പഠിച്ചതിലൂടെ എന്തിന് ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യണമെന്നും ഏതൊക്കെ രാജ്യങ്ങളിൽ ചെയ്യണമെന്നും എവിടേക്ക് ചെയ്യണമെന്നും നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എങ്ങനെ ഇന്റർനാഷണൽ മാർക്കറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളത് വളരെ പ്രാക്ടിക്കലി തന്നെ പഠിക്കാം. ഹൗ ടു ഇൻവെസ്റ്റ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ്സ്. എന്തായാലും ഇതായിരിക്കുമല്ലോ നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഒരു സെഗ്മെന്റ്. ഇന്ത്യൻ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ ഇന്റർനാഷണൽ മാർക്കറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ 3 വഴികളാണ് ശരിക്കുമുള്ളത്. അതിലെ റൂട്ട് നമ്പർ 1 നമുക്ക് ഏറ്റവും ആദ്യം നോക്കാം. ഇന്ത്യയിൽ തന്നെയുള്ള ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട്സും ETF-സും. അതായത് മോത്തിലാൽ ഓസ്വാൾ, കോട്ടക് പോലെയുള്ള ഇന്ത്യൻ AMCs അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് മാനേജ് ചെയ്യുന്ന ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട്സിലും ETF-സിലും നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ അവർ ആ പൈസ ഇന്റർനാഷണൽ മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തോളും. ഇന്റർനാഷണൽ ഇൻഡെക്സ് ട്രാക്ക് ചെയ്യുന്ന ഫണ്ട്സും ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ട്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെയധികം ഈസിയാണ്. അപ്സ്റ്റോക്സ്, ഗ്രോ, സിറോദ കോയിൻ ഒക്കെ പോലെ ഏതൊരു ബ്രോക്കറിന്റെ ആപ്പ് യൂസ് ചെയ്തിട്ടും ഈസിയായി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അക്കൗണ്ട് സെറ്റപ്പ്, മണി ട്രാൻസ്ഫർ, സെല്ലിംഗ്, ടാക്സേഷൻ എല്ലാം നോർമൽ ഇന്ത്യൻ സ്റ്റോക്സും മ്യൂച്വൽ ഫണ്ട്സും വാങ്ങുന്നത് പോലെ തന്നെ വളരെയധികം ഈസിയാണ്. പക്ഷേ ഈ വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രധാന പ്രശ്നം RBIയും സെബിയും ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട്സിന്റെ പുറത്ത് ടോട്ടൽ $7 ബില്യൺ ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ് എന്ന് സംഭവം വെച്ചിട്ടുണ്ട്. അതായത് ഈ AMCകൾ എല്ലാം ഒരുമിച്ച് വെച്ചാൽ മാക്സിമം $7 ബില്യൺ മേലെ
ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത്. ആ ലിമിറ്റ് അടിച്ചാൽ പിന്നെ മ്യൂച്വൽ ഫണ്ട്സും ETFസും ന്യൂ ഇൻവെസ്റ്റ്മെന്റ്സ് ക്ലോസ് ചെയ്യണം. അതായത് നമുക്ക് പിന്നെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇന്ന് ഈ ലിമിറ്റ് ഏറെക്കുറെ അടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറെ നാളുകളായി ഈ ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട്സിൽ നമുക്ക് ആർക്കും തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഫ്രഷ് ഇൻടേക്സ് ക്ലോസ്ഡ് ആയിരുന്നു. ഇപ്പൊ മാർക്കറ്റ് ഒന്ന് താഴേക്ക് വന്നപ്പോൾ ഈ $7 ബില്യൺ ലിമിറ്റിന്റെ താഴേക്ക് ആ ഒരു നമ്പർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട്സ് ഓപ്പൺ ആയി. പക്ഷെ എപ്പോ വേണമെങ്കിലും ഇനിയും ക്ലോസ് ആയേക്കാം. ഇത് ഈ റൂട്ടിന്റെ ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് ആണ്. പ്ലാൻഡ് ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരിക്കലും ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് പറ്റില്ല. അത് മനസ്സിലായ സ്ഥിതിക്ക് ഈ റൂട്ടിലുള്ള വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടേ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉള്ളൂ എന്നുള്ളതാണ്. അതായത് ആകെ കുറച്ച് മ്യൂച്വൽ ഫണ്ട്സ് മാത്രമേ ഈ ഇന്ത്യൻ AMCs മാനേജ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിൽ നിന്ന് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ലിമിറ്റഡ് ഓപ്ഷൻസ് എന്നൊരു പ്രശ്നമുണ്ട്. ഇനി അതിന്റെ കൂടെ തന്നെ ഉള്ള മ്യൂച്വൽ ഫണ്ട്സിന്റെ ഒക്കെ തന്നെ എക്സ്പെൻസ് റേഷ്യോയും കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. 0.5% മുതൽ 1.5% വരെയുണ്ട്. അതായത് ചാർജസ് കൂടുതലാണ് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ കറൻസി എക്സ്ചേഞ്ചും മറ്റ് ചാർജസും ഒക്കെ ആയിട്ട് ഈ ഫണ്ടുകളുടെ ഇന്റേണൽ ചാർജസും കൂടുതലാണ് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ്. അപ്പൊ റൂട്ട് 1 വിശദമായി മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് റൂട്ട് 2 നോക്കാം. US ലിസ്റ്റഡ് ആയ ഇന്റർനാഷണൽ ETFസും സ്റ്റോക്സും ഡയറക്ട്ലി നമുക്ക് വാങ്ങിക്കാം. അതായത് US ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും റെപ്യൂട്ടഡുമായ AMCs അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ഉള്ളത്. വാൻഗാർഡ്, ബ്ലാക്ക് റോക്കിന്റെ iShares, സ്റ്റേറ്റ് സ്ട്രീറ്റിന്റെ SPDR, ഈ 3 AMCs മാത്രം കമ്പൈൻ ചെയ്താൽ $20 ട്രില്യൺ കൂടുതലാണ് അസറ്റ്സ് മാനേജ് ചെയ്യുന്നത്. ഇവരുടെ ETFs ആണ് ലോകത്തിലെ ഏറ്റവും ചീപ്പ്, ഏറ്റവും ലിക്വിഡ്, ഏറ്റവും വെൽ മാനേജ്ഡ് ഫണ്ട്സ്. അപ്പൊ ഈ റൂട്ട് വഴി നമുക്ക് ഈ ETFസും US ലിസ്റ്റഡ് സ്റ്റോക്സും നേരിട്ട് വാങ്ങാൻ സാധിക്കും. IND മണി പോലെയുള്ള ഗ്യാപ് ഗ്ലോബൽ ആക്സസ് പ്രൊവൈഡർ ബ്രോക്കേഴ്സ് വഴി വളരെ സിമ്പിളായി ഈ റൂട്ടിൽ നമുക്ക് നേരിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇവരുടെ സ്ട്രക്ചർ വളരെ പ്രൊഫഷണൽ ആണ്, ഫുള്ളി റെഗുലേറ്റഡുമാണ്. ഇവർ ഗിഫ്റ്റ് സിറ്റിയിലാണ് രജിസ്റ്റേർഡ്. IFSCA എന്ന ബോഡിയാണ് ഇവരെ റെഗുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് US ഡ്രൈവ് വെൽത്ത് അല്ലെങ്കിൽ ആൽപാക്ക സെക്യൂരിറ്റീസ് എന്ന US റെഗുലേറ്റേഴ്സ് ആയ SECയും ഫിൻറയും റെഗുലേറ്റ് ചെയ്യുന്ന ബ്രോക്കേഴ്സിലേക്ക് പോകുന്നു. നമ്മൾ സ്റ്റോക്സോ ETFസോ വാങ്ങുമ്പോൾ അത് നമ്മുടെ പേരിൽ തന്നെ വളരെ സേഫ് ആയിട്ട് അവിടുത്തെ കസ്റ്റോഡിയന്റെ കയ്യിലിരിക്കും. SIPC ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ $5 ലക്ഷം വരെ, അതായത് നിയർലി 4.5 കോടി രൂപ വരെ ഇൻഷുറൻസ് നമുക്ക് അവിടെ കിട്ടുന്നതാണ്. അതായത് ബ്രോക്കർ ഫെയിൽ ആയാലും നമ്മളുടെ അസറ്റ്സ് എപ്പോഴും സേഫും പ്രൊട്ടക്റ്റഡുമാണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ റൂട്ട് നമ്പർ 2ന്റെ ഫീച്ചേഴ്സ്. അപ്പൊ ഈ റൂട്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. US മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വേൾഡ്സ് ബെസ്റ്റ് ETFസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ബെസ്റ്റ് ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടാം. വളരെ ചെറിയ എക്സ്പെൻസ് റേഷ്യോ ഉള്ളൂ എന്നുള്ളതും തീർച്ചയായിട്ടും ഒരു ബെനിഫിറ്റ് തന്നെയാണ്. എന്നാൽ ഡിസഡ്വാൻറ്റേജസും തീർച്ചയായിട്ടും ഉണ്ട്. ഓരോ തവണ പൈസ ആഡ് ചെയ്യുമ്പോഴും വിഡ്രോ ചെയ്യുമ്പോഴും 1 to 1.5% കറൻസി കൺവേർഷൻ ചാർജസ് വരും. അതിന്റെ മേലെ GST വരും. പക്ഷെ നമ്മൾ ലോങ് ടേമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ ഇത് അത്ര വലിയ പ്രശ്നമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ബ്രോക്കറേജ് വരുന്നത് പെർസെന്റേജിലാണ്, 0.25% വരും. വേറൊരു പ്രശ്നമുള്ളത് ഒരു വർഷം മാക്സിമം $2.5 ലക്ഷം വരെ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ. അതായത് നിയർലി 2.25 കോടി രൂപ വരും. കൂടുതൽ ആൾക്കാർക്കും അതൊരു പ്രശ്നമാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾസോ 10 ലക്ഷത്തിന്റെ മേലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 5% TCS കട്ട് ആവുകയും ചെയ്യും. അതും വലിയൊരു പ്രശ്നമല്ല. പിന്നീട് ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതുകൂടി മനസ്സിലായ സ്ഥിതിക്ക് ഈ റൂട്ട് നമ്പർ 2നെ പറ്റി വ്യക്തമായ ഒരു രൂപം നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത്ര പോപ്പുലറും ഈസിയും അല്ലാത്ത റൂട്ട് 3 നമുക്ക് നോക്കാം. റെസ്പെക്റ്റീവ് കൺട്രീസിലെ മാർക്കറ്റ്സിലേക്ക് ഡയറക്ട്ലി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. IBKR അതായത് ഇന്ററാക്റ്റീവ് ബ്രോക്കേഴ്സ് പോലെയുള്ള ഇന്റർനാഷണൽ ബ്രോക്കേഴ്സ് വഴി 150+ മാർക്കറ്റ്സിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആക്സസ് കിട്ടും. ടോക്കിയോ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഹോങ്കോങ്, കൊറിയ, അങ്ങനെ പല നാട്ടിലെ മാർക്കറ്റിലേക്കും നേരിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ റൂട്ട് പൊതുവെ അധികം ആരും യൂസ് ചെയ്യാറില്ല. ചെയ്യുന്നുണ്ടെങ്കിലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോ യൂസേഴ്സ് മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്. അക്കൗണ്ട് ഓപ്പണിംഗ് വളരെ പാടാണ്. പ്ലാറ്റ്ഫോം ഒരിക്കലും ബിഗിനർ ഫ്രണ്ട്ലി അല്ല. കസ്റ്റമർ സപ്പോർട്ട് ഇന്ത്യൻ യൂസേഴ്സിന് ലിമിറ്റഡ് ആണ്. ഡബിൾ കറൻസി കൺവേർഷൻ വന്ന് ചാർജസ് വളരെയധികം ഹയർ ആണ്. അങ്ങനെ പല കൺസേൺസ് ഉണ്ട്. അപ്പൊ പറഞ്ഞതുപോലെ ഇങ്ങനെ പല പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് ഈ തേർഡ് റൂട്ട് പൊതുവെ ആരും കൺസിഡർ ചെയ്തില്ല. അപ്പോൾ ഈ 3 റൂട്ട്സ് വഴിയാണ് നമുക്ക് ഇന്റർനാഷണൽ ഇൻവെസ്റ്റിംഗ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങളുടെ ചോദ്യം ഇതായിരിക്കും, ഈ 3 റൂട്ട്സിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ്? ആൻസർ വളരെയധികം സിമ്പിൾ ആണ്. റൂട്ട് നമ്പർ 2, അതായത് IND മണി പോലെ ഗ്യാപ് ബ്രോക്കേഴ്സ് വഴി നേരിട്ട് US മാർക്കറ്റിലൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്.
റൂട്ട് നമ്പർ 1 ആയതിന് ഏറ്റവും നല്ല റൂട്ട്. പക്ഷേ ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റ്സ് കാരണം ഫ്രഷ് ഇൻടേക്സ് ചിലപ്പോൾ നിർത്തുകയും ചിലപ്പോൾ ഓപ്പൺ ആക്കുകയും ചെയ്യുന്നു എന്നുള്ളത് അതിനെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ അല്ലാതെയാക്കി. അതിന്റെ കൂടെ തന്നെ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഇന്റർനാഷണൽ ETFs, ഏറ്റവും ബെസ്റ്റ് AMCസിന്റെ കയ്യിൽ നിന്ന് ഡേർട്ട് ചീപ്പ് എക്സ്പെൻസ് റേഷ്യോ ഒക്കെ കിട്ടുന്നു എന്നുള്ളതും റൂട്ട് 2ന്റെ ബെനിഫിറ്റ്സ് ആണ്. ഓൾസോ പലർക്കും ETFസും മ്യൂച്വൽ ഫണ്ട്സും ആയിരിക്കില്ല വേണ്ടത്. ഡയറക്റ്റ് ഇഷ്ടപ്പെട്ട സ്റ്റോക്സ് നേരിട്ട് വാങ്ങാനായിരിക്കും താല്പര്യം. അങ്ങനെ ഹൈ റിട്ടേൺസ് ഉണ്ടാക്കാനായിരിക്കും പലർക്കും താല്പര്യം. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് IND മണി വഴി US സ്റ്റോക്സ് ഡയറക്ട്ലി വാങ്ങാം എന്നുള്ളത് കൂടി വരുമ്പോൾ റൂട്ട് 2 തന്നെ ശക്തമായിട്ട് തന്നെ വിജയിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതാണ്, ഇന്ന് ഈ വീഡിയോ ചെയ്യുമ്പോഴുള്ള സാഹചര്യം വെച്ച് 2026 റീറ്റെയിൽ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിന് ഗ്ലോബൽ ഇൻവെസ്റ്റിംഗ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ IND മണി പോലുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് നേരിട്ട് US മാർക്കറ്റിലൂടെ അടിപൊളിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ആകെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫണ്ട് ആഡ് ചെയ്യുമ്പോഴും വിഡ്രോ ചെയ്യുമ്പോഴും 45 രൂപ മിനിമം GST വരും ഓൺ കറൻസി കൺവേർഷൻ ചാർജ്. അതുകൊണ്ട് ആ കോസ്റ്റ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ വലിയൊരു ഡ്രാഗ് വരുത്താതെ ഇരിക്കണമെങ്കിൽ മിനിമം ഒരു 5000 രൂപയെങ്കിലും ഫണ്ട് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പൊ അത്ര എമൗണ്ട് ഇല്ല എങ്കിൽ ആ എമൗണ്ട് ആകുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് മാത്രം ഫണ്ട് ആഡ് ചെയ്യുക. ഇവിടെ ഒരു കാര്യം എനിക്ക് അതിശക്തമായിട്ട് തന്നെ നിങ്ങൾ എല്ലാവരോടും ഡിസ്ക്ലോസ് ചെയ്യാനുള്ളത്, ഈ വീഡിയോ IND മണി സ്പോൺസർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. വീഡിയോയും റിസർച്ചും വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും എപ്പോഴത്തെ പോലെയും നിഷ്പക്ഷമായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. റൂട്ട് 2 തന്നെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ. അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന കമ്പനികളിൽ ഇന്ന് ബെസ്റ്റ് എന്ന് എനിക്ക് വിശ്വാസമുള്ളത് IND മണി ആയതുകൊണ്ടാണ് ഇന്ന് അവരെ പറ്റി സംസാരിച്ചത്. അപ്പൊ അതുകൂടി നിങ്ങളോടൊന്ന് ക്ലിയർ ആക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റ്സിലേക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് കൂടി പഠിച്ച സ്ഥിതിക്ക് സിമ്പിൾ ആയി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു എക്സാമ്പിൾ പോർട്ട്ഫോളിയോ നമുക്ക് നോക്കാം. വാട്ട് ഷുഡ് യു ഇൻവെസ്റ്റ് ഇൻ? എന്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഞാൻ എപ്പോഴും തരാറുള്ള ആദ്യത്തെ ഉത്തരം, നേരിട്ട് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ പൈസ മ്യൂച്വൽ ഫണ്ടുകളിലോ ETF-കളിലോ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതാവുമ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്നത് പ്രൊഫഷണൽ ഫണ്ട് മാനേജേഴ്സിനാണ്. അവർ വളരെ ബുദ്ധിപരമായി നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് നല്ല റിട്ടേൺസ് ഉണ്ടാക്കി തന്നോളും. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ മാർക്കറ്റിലും എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന ചോദ്യത്തിന് ഏറ്റവും ആദ്യം ഞാൻ ഉത്തരം പറയുക, ഇന്റർനാഷണൽ എക്സ്പോഷർ തരുന്ന ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ്. അപ്പൊ നമ്മളിപ്പോ പഠിച്ചതുപോലെ IND മണി ഉപയോഗിച്ച് US മാർക്കറ്റിലൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇന്റർനാഷണൽ ETFs നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ചതാണ്, നമ്മുടെ ഇന്റർനാഷണൽ എക്സ്പോഷറിലെ മെജോറിറ്റി US മാർക്കറ്റിലും ബാക്കി റെസ്റ്റ് ഓഫ് ദ വേൾഡിലും ചെയ്യാമെന്ന്. അപ്പൊ അങ്ങനെ ചെയ്യാനാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് വെറും 2-3 ETF-കൾ വെച്ച് തന്നെ നമുക്ക് വേണ്ട ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ നമുക്ക് കിട്ടും. അതിന്റെ കുറച്ച് എക്സാമ്പിൾ പോർട്ട്ഫോളിയോസ് ഞാൻ കാണിച്ചു തരാം. ആദ്യം 2 ETF-കൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. 60% വാൻഗാർഡ് S&P 500 ETF-ഉം 40% വാൻഗാർഡ് ടോട്ടൽ ഇന്റർനാഷണൽ സ്റ്റോക്ക് ETF-ഉം. ഇതിൽ വാൻഗാർഡ് S&P 500 ETF US-ന്റെ മെയിൻ ഇൻഡെക്സ് ആയ S&P 500 ഞാൻ ട്രാക്ക് ചെയ്യുന്നത്. വാൻഗാർഡ് ടോട്ടൽ ഇന്റർനാഷണൽ സ്റ്റോക്ക് ETF US-ന്റെ പുറത്തുള്ള എല്ലാ മേജർ കൺട്രികളിലെയും നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിലും 75% ഡെവലപ്ഡ് മാർക്കറ്റ്സിലും 25% എമർജിംഗ് മാർക്കറ്റ്സിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. രണ്ടിന്റെയും കൂടി എക്സ്പെൻസ് റേഷ്യോ ചേർത്ത് വെച്ചാലും ടോട്ടൽ വരുന്നത് വെറും 0.04% മാത്രമേ ഉള്ളൂ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡേർട്ട് ചീപ്പ് എക്സ്പെൻസ് റേഷ്യോ. ഇനി 3 ETF-കൾ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ പോർട്ട്ഫോളിയോ നമുക്ക് നോക്കാം. 60% വാൻഗാർഡ് S&P 500 ETF, 25% വാൻഗാർഡിന്റെ FTSE ഡെവലപ്ഡ് മാർക്കറ്റ്സ് ETF, 15% വാൻഗാർഡിന്റെ FTSE എമർജിംഗ് മാർക്കറ്റ്സ് ETF. ഇതിന്റെ എല്ലാം പേര് പറയുന്നത് പോലെ തന്നെ അതാത് മാർക്കറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള റിട്ടേൺസ് തരുന്നു. ഇനി അതുമല്ല, ആകെ ഒരു ഒറ്റ ETF മതി എന്നുണ്ട് എങ്കിൽ നേരത്തെ സംസാരിച്ചതുപോലെ പലരും 100% ഗ്ലോബൽ അലോക്കേഷനും US-ലേക്ക് മാത്രം കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ആ 100%ഉം വാൻഗാർഡ് S&P 500 ETF-ൽ മാത്രം ഇട്ടാലും മതി. അല്ല എങ്കിൽ US-ൽ തന്നെയുള്ള മറ്റ് പല വിധത്തിലുള്ള ETF-കൾ ഉണ്ട്, അതും പഠിച്ച് അതിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത്രയും പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഇത് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസോ മോഡൽ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് റെക്കമെൻഡേഷനോ ഒന്നും തന്നെയല്ല. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അഡ്വൈസറോ റിസർച്ച് അനലിസ്റ്റോ അല്ല. ഇത് നിങ്ങൾക്ക് ഈ ഒരു വിഷയം കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാനായിട്ട്, എങ്ങനെ ചിന്തിക്കണമെന്ന് പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞു തന്ന ഒരു എക്സാമ്പിൾ മാത്രമാണ്. കണ്ടില്ലേ, സെയിം AMCയുടെ തന്നെ ETFs ആണ് ഞാൻ മുഴുവൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും കണ്ണും പൂട്ടി നേരെ ഇതിലേക്ക് ആരും തന്നെ ഇൻവെസ്റ്റ് ചെയ്യല്ലേ. തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോ അനുസരിച്ച്, നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് അനുസരിച്ച്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡ്യൂറേഷൻ അനുസരിച്ച്, നിങ്ങളുടെ സ്വഭാവം അനുസരിച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് സ്വയം കണ്ടെത്തുക, അലോക്കേഷൻ സ്വയം ഡിസൈഡ് ചെയ്യുക, ബുദ്ധിപരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രൊഫഷണൽ അഡ്വൈസറെ കൺസൾട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് നോർമൽ സാധാരണ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്
എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ്മെന്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യമാണ്. അതായത് പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന ലെൻസിലൂടെയാണ് നമ്മൾ ഇതുവരെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തത്. എന്നാൽ ഇനി അങ്ങനെയല്ല, നിങ്ങൾ ഒരു പ്രോ ട്രേഡറോ ഒരു പ്രോ ഇൻവെസ്റ്ററോ ആണ് എന്നുണ്ടെങ്കിൽ ഫണ്ടമെന്റൽ അനാലിസിസോ ടെക്നിക്കൽ അനാലിസിസോ ഉപയോഗിച്ച് വളരെ ഹൈ കൺവിക്ഷനോട് കൂടി ഏതെങ്കിലും ഒക്കെ സ്റ്റോക്സിൽ നേരിട്ടാണ് നിങ്ങൾ ഇൻവെസ്റ്റോ ട്രേഡോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ അത് തീർച്ചയായിട്ടും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇൻഫാക്ട് നല്ല റിട്ടേൺസ് തരാനും സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളും അവയുടെ സ്റ്റോക്കുകളും US മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ബുദ്ധിപരമായി അനലൈസ് ചെയ്ത് കറക്റ്റ് പൊസിഷൻ സൈസോട് കൂടി നല്ല റിസ്ക് മാനേജ്മെന്റോട് കൂടി ഇൻഡിവിജ്വൽ സ്റ്റോക്സിൽ ട്രേഡും ഇൻവെസ്റ്റും നമുക്ക് ചെയ്യാൻ പറ്റിയാൽ നല്ല ഹൈ റിട്ടേൺസ് ഉണ്ടാക്കൽ ശരിക്കും സാധ്യമാണ്. അപ്പോൾ അത് ബുദ്ധിപരമായി ചെയ്യാൻ പറ്റിയാൽ അങ്ങനെയുള്ള നല്ല ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും റിസ്ക് കുറയ്ക്കാൻ മാത്രമല്ല, എന്നാൽ റിട്ടേൺസ് കൂട്ടാനും പറ്റും ഇന്റർനാഷണൽ ഇൻവെസ്റ്റിംഗിലൂടെയും ഇന്റർനാഷണൽ ട്രേഡിംഗിലൂടെയും. ഈ ഒരു വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇതെല്ലാം മനസ്സിലായ സ്ഥിതിക്ക്, നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിച്ച സ്ഥിതിക്ക്, ഇനി കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടിയിട്ട് IND മണിയിൽ എങ്ങനെ അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാമെന്നും എങ്ങനെ ETF വാങ്ങാമെന്നും പെട്ടെന്ന് നമുക്കൊന്ന് കാണാം. ഹൗ ടു സെറ്റപ്പ് IND മണി അക്കൗണ്ട് ആൻഡ് ഹൗ ടു ഇൻവെസ്റ്റ്. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് IND മണി ആപ്പ് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. മൊബൈൽ നമ്പർ വെച്ച് രജിസ്റ്റർ ചെയ്ത് OTP എൻ്റർ ചെയ്യുക. പാൻ കാർഡിലുള്ള പോലെ തന്നെ പേര് നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇമെയിൽ വഴി ലോഗിൻ ചെയ്ത് ഇമെയിൽ വെരിഫൈ ചെയ്യുക. പിന്നെ ഇന്ത്യൻ മാർക്കറ്റ്, US മാർക്കറ്റ് ആൻഡ് മ്യൂച്വൽ ഫണ്ട് ഓപ്ഷനിൽ നിന്ന് US മാർക്കറ്റ് വ്യക്തമായും കൃത്യമായും സെലക്ട് ചെയ്യുക. പിന്നെ ഉള്ളത് KYC പ്രോസസ് ആണ്. പാൻ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, മാരിറ്റൽ സ്റ്റാറ്റസ്, ഫാമിലി ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ആനുവൽ ഇൻകം, ഒക്യുപ്പേഷൻ ഡീറ്റെയിൽസ് ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. അതിനുശേഷം ആധാർ നമ്പർ എൻ്റർ ചെയ്ത് OTP കൊടുത്ത് ഡിജി ലോക്കർ വഴി ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു സെൽഫി കൂടെ എടുത്ത് അപ്ലോഡ് ചെയ്താൽ KYC പ്രോസസ്സും കഴിയും. അതിനുശേഷം നിങ്ങൾക്ക് ICICI, HDFC അല്ലെങ്കിൽ ആക്സിസ് ബാങ്ക് ഉണ്ട് എങ്കിൽ ആ അക്കൗണ്ട് IND മണിയിലേക്ക് കണക്ട് ചെയ്യുക. അല്ലെങ്കിൽ IND മണി വഴി ഫെഡറൽ ബാങ്കിൽ പുതിയൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് കണക്റ്റഡ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് ഫണ്ട്സ് IND മണിയിലേക്ക് ആഡ് ചെയ്യുക. ചിലപ്പോൾ ഈ പ്രോസസ്സ് 1-2 ദിവസം എടുത്തേക്കാം. ഫണ്ട്സ് ആഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോക്സും ETFസും ഈസിയായി സെർച്ച് ചെയ്തുകൊണ്ട് വാങ്ങിക്കാം. ലംസം ഇൻവെസ്റ്റ്മെന്റും SIPയും രണ്ടും തീർച്ചയായിട്ടും പോസിബിൾ ആണ്. അപ്പോൾ ഇതിന്റെ എല്ലാം കൂടെ പെട്ടെന്ന് സ്റ്റോക്ക് വാങ്ങിക്കുന്നതും ആപ്പിലെ കുറച്ച് യൂസ്ഫുൾ ഫീച്ചേഴ്സും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും സിനിമയും സീരീസും ഒക്കെ കാണാൻ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സിന്റെ ഒരു ഷെയർ വാങ്ങിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനായി IND മണി ആപ്പിൽ പോയി നെറ്റ്ഫ്ലിക്സ് എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നെറ്റ്ഫ്ലിക്സിന്റെ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം $95 ആണ്. അതായത് ഏകദേശം 8860 രൂപ. ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, ഇത്ര രൂപ ഉണ്ടെങ്കിലേ നെറ്റ്ഫ്ലിക്സിന്റെ ഷെയർ വാങ്ങാൻ പറ്റുള്ളൂ എന്ന്. എന്നാൽ അങ്ങനെയല്ല. ഇവിടെയാണ് ഫ്രാക്ഷണൽ ഷെയർസിന്റെ കോൺസെപ്റ്റ് വരുന്നത്. അതായത് ഇന്ത്യയിൽ ഉള്ളതുപോലെ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് മുഴുവനായും വാങ്ങിക്കണമെന്ന് US സ്റ്റോക്ക് മാർക്കറ്റിൽ ഇല്ല. നിങ്ങൾക്കൊരു സ്റ്റോക്കിന്റെ പകുതിയോ കാൽ ഭാഗമോ അല്ലെങ്കിൽ 0.05 ഷെയർസോ ആയിട്ടാണെങ്കിലും വാങ്ങാൻ സാധിക്കും. അപ്പൊ അത് മനസ്സിലായ സ്ഥിതിക്ക് എങ്ങനെയാണ് വാങ്ങുന്നതെന്ന് നമുക്ക് നോക്കാം. ബൈ സെലക്ട് ചെയ്തിട്ട് $5 ആഡ് ചെയ്യുമ്പോൾ 0.05 ഷെയർസ് ആണ് ഏകദേശം കാണിക്കുന്നത്. എന്നിട്ട് ബൈ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓർഡേഴ്സ് പ്ലേസ് ആകുന്നുമുണ്ട്. വളരെയധികം സിമ്പിൾ ആണ്. ഇനി US മാർക്കറ്റ്സ് ഓപ്പൺ ആകുമ്പോൾ ഈ ഓർഡർ തനിയെ എക്സിക്യൂട്ട് ആയിക്കോളും. ഇനി പെട്ടെന്ന് വിൽക്കുന്നത് കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ നെറ്റ്ഫ്ലിക്സിൽ പോവുക. സെൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എത്ര എമൗണ്ടിനാണോ നിങ്ങൾക്ക് വിൽക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക. സ്റ്റോക്ക് സെല്ല് ചെയ്യാനുള്ള ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഏതൊക്കെ മാസം എത്ര ഡിവിഡൻഡ് കിട്ടി എന്ന് അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പോലെ ആപ്പിലെ ഡിവിഡൻഡ് കലണ്ടർ ക്ലിക്ക് ചെയ്ത് അതിൽ ഡിവിഡൻഡ് റിപ്പോർട്ട് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അതും കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ടാക്സ് റിപ്പോർട്ട് ഒക്കെ ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങളുടെ പ്രൊഫൈൽ സെലക്ട് ചെയ്ത് ഡു മോർ വിത്ത് IND മണി സെക്ഷനിൽ പോയാൽ ടാക്സ് റിപ്പോർട്ട് കാണാം. അതിൽ US സ്റ്റോക്സ് സെലക്ട് ചെയ്താൽ മാത്രം മതി. ഇവിടുന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ടാക്സ് റിപ്പോർട്ടും ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്താമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ കുറെ കൂടി ഡൗട്ട്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ടാക്സിന് അറൗണ്ടും ചാർജസിന് അറൗണ്ടും പൈസയുടെ സേഫ്റ്റിക്ക് അറൗണ്ടും സപ്പോർട്ടിന് അറൗണ്ടും അങ്ങനെ പല വിധത്തിലുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതൊക്കെ FAQ ആയിട്ട് ദാ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പോസ് ചെയ്ത് വിശദമായി വായിച്ച് ശക്തമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം കൂടി പറയാൻ നിന്നാൽ വീഡിയോ വളരെയധികം നീണ്ടുപോകും. അപ്പൊ പോസ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതുകൂടി ക്ലിയർ ആയ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്താം. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ അതിശക്തം കമ്മ്യൂണിറ്റിയിലെ വളരെ സീരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെല്ലാം തന്നെ തീർച്ചയായിട്ടും അതിശക്തമായിട്ട് തന്നെ ജീവിതത്തിലെ മാറ്റം ഉണ്ടാക്കുന്ന, ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ ക്ലാസ് ആയിരുന്നു ഇത് എന്നുള്ളതാണ്. എന്തിനാണ് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ കൊണ്ടുവരേണ്ടതെന്നും എത്രയാണ് അത്
ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും നമ്മൾ വിശദമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ പോർട്ട്ഫോളിയോക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ പഠിക്കുക, ശക്തമായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് വേണ്ടതുപോലെ കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുക. ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, എല്ലാവരും ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. ജോഗ്രഫിക്കൽ ഡൈവേഴ്സിഫിക്കേഷൻ റിട്ടേൺസ് കൂട്ടണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവ്സിന് ആവശ്യമുണ്ട് എന്ന് കാണുന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അതും ക്യാപിറ്റലൊക്കെ അത്യാവശ്യം കൂടുതലുള്ളവർ മാത്രം കൺസിഡർ ചെയ്താലും മതി. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും റെസ്പോൺസിബിൾ ആയിട്ട് നമുക്ക് വേണ്ടതുപോലെയുള്ള പോർട്ട്ഫോളിയോകൾ ഉണ്ടാക്കി നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴത്തെ പോലെയും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും കമന്റിൽ പറയുക. എന്തെങ്കിലും ചോദ്യങ്ങൾ, ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ ചോദിക്കുക. മാക്സിമം ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.